പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതെ, റോമർ 1:16 എടുത്ത്, സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. കണ്ടാ, എന്നാണ് തുടങ്ങുന്നത്. സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ആദ്യം അത് യഹൂദർക്ക്, പിന്നീട് വിജാതിയർക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിസ്സാരമല്ല കേട്ടോ. പത്രം ഒരു ശക്തിയുണ്ട്, പത്രത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയല്ലേ. ആ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണത്? സുവിശേഷമാണത്. സുവിശേഷം ഇപ്പം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ സുവിശേഷം ആകുകയാണ്. സാക്ഷ്യം പത്രത്തിൽ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ സുവിശേഷം ഏകുകയാണ്. പിടിയിട്ടില്ലേ? നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ആരാകും? നമ്മൾ സുവിശേഷമാകും. നമ്മളെ സാക്ഷ്യം പ്രിൻ്റ് ചെയ്ത നമ്മുടെ സാക്ഷ്യം പത്രത്തിലാക്കിയിട്ട് അനേകരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ്? സുവിശേഷം ഏകുക. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഉടമ്പടിയുടെ സുവിശേഷമാകുക. പറഞ്ഞേ, സുവിശേഷമാകുക, സുവിശേഷമേകുക, സുവിശേഷമേകുക, സുവിശേഷമാകുക, സുവിശേഷമാകുക, സുവിശേഷമേകുക, സുവിശേഷമേകുക. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. പറഞ്ഞേ, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോഴേ പത്രം ഒരു ശക്തിയാണെന്ന് പറയാൻ കാര്യം എന്താണ്? പത്രത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങൾ അനുഭവിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കൂടിയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ലജ്ജിക്കരുത്. എന്താ കാര്യം? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവന് ക്രിസ്തുവിനെക്കുറിച്ചാണ് ലജ്ജിക്കുന്നത്. അതവിടെ വിഷയം പോകുന്നത്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള സുവിശേഷം കണ്ടിട്ടില്ല, സുവിശേഷം വായിച്ചിട്ടില്ല, വായിച്ചാൽ തന്നെ മനസ്സിലായിട്ടില്ല. ഈ മനസ്സിലാകാത്തവർക്ക് പിന്നെ എന്ത് ചെയ്യും? മനസ്സിലാകുന്ന ഭാഷയിലാണ് സുവിശേഷം പത്രത്തിലൂടെ എഴുതിയിരിക്കുന്നത്, അവിടെ അനുഭവത്തിലൂടെ. എല്ലാവരും സുവിശേഷം പത്രം വായിച്ച് അനുഭവം കണ്ടറിഞ്ഞിട്ടാണ് പിന്നെ സുവിശേഷം കേൾക്കാൻ വേണ്ടി വരണതും അത് വിശ്വസിക്കാൻ വേണ്ടി വരണതും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാകണതും. കൈയടിച്ച് കർത്താവ് തുടരുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇതോടുകൂടി അച്ഛൻ്റെ വർക്ക് ആത്മാർത്ഥമാണ് ദൈവത്തിന് തോന്നിയപ്പോഴേ രണ്ട് കാര്യങ്ങൾ കൂടി അച്ഛന് ചെയ്ത് കൊടുത്ത്. അതായത് അച്ഛന് ഭയങ്കര ജോയിൻറ്റ് പെയിൻസ് ആയിരുന്നു.
ആ ജോയിൻറ്റ് പെയിൻസ് ചെന്നപാടെ തന്നെ പോയി. അത് നടക്കാനോ എടുക്കാനോ പാടില്ലാത്ത വിധത്തിലുള്ള ജോയിൻറ്റ് പെയിൻസാണ്. ആ ജോയിൻറ്റ് പെയിൻസ് വെച്ചുകൊണ്ടാണ് കർത്താവ് ഈ പത്രമൊക്കെ അച്ഛൻ വിതരണം ചെയ്യണതും ആൾക്കാർക്ക് സുവിശേഷ വേല പ്രേക്ഷിത വേല ചെയ്യണത്. അപ്പോൾ അതോട് ജോയിൻറ്റ് പെയിൻസ് മാറി. രണ്ടാമതൊരു കാര്യം കൂടി മാറിയതായിട്ട് അച്ഛൻ പറയേണ്ടത്, അതായത് ഷുഗറാണ്. 300ഓളം ഉണ്ടായിരുന്ന ഷുഗർ നോർമലായിട്ട് 113 നോർമൽ ആവശ്യമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തികളിൽ, അതായത് നിങ്ങളൊരു അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ പ്രവർത്തനങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ കയറി നിൽക്കണം. അപ്പോഴാണ് നിങ്ങൾ സ്റ്റെപ്പായിട്ട് ദൈവം ഓരോ വിഷയങ്ങൾ ഇടപെട്ട് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനത്തിന് ആനുപാതികമായിരിക്കും ദൈവാനുഭവം എന്ന് ഞാൻ പറയുകയല്ല. അച്ഛൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ്. അച്ഛൻ്റെ അനുഭവം ഇതാണ്. ഇതുപോലെ അനുഭവമുള്ള ആയിരങ്ങളുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സാക്ഷ്യം എന്ന് പറയണത് തന്നെ അതുപോലെ തന്നെ ഇപ്പം എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എന്നെ കാണാൻ വരുന്നവരോട് പറയും, നിങ്ങൾ ഇന്ന് മുതൽ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് കൂടി കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഉപദേശം കൊടുക്കുന്നത്. അല്ല തീഷ്ണമായി പ്രാർത്ഥിക്കണമെന്നല്ല പറയണത്. എന്നെ കാണാൻ വന്നവരുടെ കാര്യങ്ങൾ കുറച്ച് മോശം കണ്ടീഷനാണെങ്കിൽ ഞാൻ പറയും, ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സുവിശേഷത്തിൻ്റെ ആ ബോള് കർത്താവിൻ്റെ കോട്ടിലോട്ട് ഞാൻ അടിച്ചു മാറ്റുന്നതാണ്. എന്താ കാര്യം? സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷയം ആരുടെ വിഷയമാകും? അത് ദൈവത്തിൻ്റെ വിഷയമാകും. ചില കാര്യം അച്ഛനെ കാണാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര അവരോട് ദേഷ്യം വരും. കാര്യം എന്താ കാര്യത്തിന് അവിടെ തലയൊക്കെ വെക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും അവരത് ഉടമ്പടി അവസാനിപ്പിക്കാൻ പോവുകയാണ്, കള്ളത്തരത്തിന് ചീട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ കൂടിയല്ലേ ഉള്ളതിൻ്റെ അകത്ത്, എന്താ അതും കൂടി നടക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു പോകാൻ പോകണം. ഇതിനുള്ളിൽ നമുക്ക് ഉള്ള പിന്നെ ഒരു ചാൻസ് ഉള്ളത് അച്ഛനെ കാണുകയാണ്. അപ്പോൾ അച്ഛനെ കാണുന്നത് അനുഗ്രഹം ഏതെങ്കിലും വിധത്തിൽ കിട്ടിക്കോട്ടുള്ളൂ എന്നുള്ള അവസാന നടപടി ഭാഗമുണ്ട്. അത് അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. അപ്പം ഞാനിവിടെ എന്നെ കാണാൻ വരുമ്പോൾ തന്നെ ചോദിക്കും, ഉടമ്പടി ഇവിടം വരെയായി, ഇതാരാണ് എടുത്തത്, നിങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത വേല എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ആതുര സേവനം എന്താണ്, എത്ര രോഗികളെ കാണാൻ പോയി, ഇവർ പാടിക്കും. അപ്പോൾ ഞാൻ വണ്ടി വിട്ടേക്കാൻ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു ചാണാപ്പുഴുക്കാണ് ഈ സാധനം. അപ്പോൾ ഇതിനെ കൊണ്ടിന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? രോഗിയാണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കും. കാര്യം രോഗിയോട് കരുണ കാണിക്കണം കർത്താവ് പറഞ്ഞിട്ടില്ലേ. അല്ലെങ്കിൽ എനിക്കറിയാം ഇത് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ്, കാപട്യമായിട്ടാണ് ഇവിടെ അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണത്. ചില ആൾക്കാർ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ മുമ്പത്തെക്കാൾ വെടിക്കെട്ടായിട്ട് അവരങ്ങോട്ട് ഉണർന്ന് അവിടെ തെറ്റുകളൊക്കെ തിരുത്തി ഭംഗിയായിട്ടൊരു ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പോണ കാണാം. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഈ ഞായറാഴ്ച കൂട്ടായ്മ ധ്യാനം റെക്കോർഡ് ചെയ്യുന്ന ആരാധനയിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കർത്താവ് തരണ ഒരു വചനം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ പണ്ട് രഥത്തിൻ്റെ പുറകെ ഓടി നടന്ന്, സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായ ഒരു രംഗമാണത്. അത് എത്യോപ്യക്കാരൻ ഫൈനാൻസ് രാജാവ്, അവിടുത്തെ ഫൈനാൻസ് മന്ത്രിയാണ്, എത്യോപ്യക്കാരൻ ഷണ്ടനാണ് അയാൾ. അദ്ദേഹം ഷണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിക്കിൾസൊക്കെ മുറിച്ച് കളയും. കർത്താവിൻ്റെ കാലത്ത് എത്യോപ്യയിലൊക്കെ എല്ലാ രാജ്യങ്ങളും ധനമന്ത്രിമാരുണ്ടാകുമല്ലോ. അപ്പോൾ ധനമന്ത്രിമാരുണ്ടാകുമ്പോൾ രാജാക്കന്മാരെന്താ ചെയ്യണമെന്നറിയാമോ? അവരുടെ വൃഷ്ണം കണ്ടിച്ച് കളയും. എന്താ കാര്യം? ഇവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ ഇവർ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരും. അതാണ് എത്യോപ്യക്കാരൻ ഷണ്ടൻ എന്ന് പറയണത്. ഫൈനാൻസ് മിനിസ്റ്ററാണ് അവിടുത്തെ. പക്ഷേ ബൈബിൾ പറയുന്നുണ്ട് അയാൾ ഷണ്ടനാണ്. കാരണം ഫൈനാൻസ് മിനിസ്റ്റർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോടിക്കണക്കിന് രൂപ വരുമ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി, അയാളുടെ കുടുംബം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അയാളുടെ വൃഷണങ്ങൾ മുറിച്ച് കളയും. അതങ്ങനെ ഷണ്ടൻ. അതാണ് ഈശോ പറയണത്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട് അല്ലേ? ഈശോ പറയുന്നില്ലേ, സ്വരാജ്യത്തെ പോലെ തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മനുഷ്യരാൽ ഷണ്ടന്മാരാക്കുന്നവരാണ് ഈ ടൈപ്പ്. ഈ മനുഷ്യൻ ജെറുസലേമിൽ ദൈവാരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ആ രംഗത്തെ
നടപടി പുസ്തകം 8:29 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രവർത്തനങ്ങൾ 8:29. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച്. ഈ ഫൈനാൻസ് മിനിസ്റ്ററിലെ ധനകാര്യ മന്ത്രിയുടെ രഥത്തിൽ പോകുകയാണ് അയാള്. അപ്പൊ ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, എന്താ പറയണത്? ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതിനോട് ചേർന്ന് നടക്കുക. അപ്പൊ എന്താ കാര്യം എന്നറിയാവോ? ഈ പീലിപ്പോസ് ഇങ്ങനെ ചേർന്ന് നടക്കുമ്പോൾ ഈ മനുഷ്യൻ വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പീലിപ്പോസ് അയാളോട് ചോദിക്കും, ഈ രഥത്തിൻ്റെ ഒപ്പം നടക്കുകയാണ്, അണച്ചണച്ച് ഓടുകയാണ്. എന്തോ ഒരു ചൈതന്യമാണെന്ന് നോക്കിയേ. ആ രഥത്തെ കുതിര വലിച്ചുകൊണ്ട് പോകുമ്പോൾ കുതിരയുടെ സ്പീഡിന് ഈ അപ്പോസ്തലൻ പുറകെ ഇങ്ങനെ ഓടി ഓടി അണക്കുകയാണ്. അണക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിതച്ചുകൊണ്ട് ചോദിക്കും, വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നാണ്. അങ്ങനെ ഈ സുവിശേഷ വേലക്കൊരു അണപ്പും കിതപ്പും ഉണ്ട്. കർത്താവിന് വേണ്ടി കിതക്കണം. അതാണ് പ്രേക്ഷിതൻ. പ്രാർത്ഥിക്കുക, കർത്താവേ പീലിപ്പോസിനെ പോലെ കർത്താവിന് വേണ്ടി സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി ഏത് കൊലകൊമ്പനായാലും ഒരു ആത്മവിശ്വാസത്തോടെ അവന്റെ കൂടെ നടന്ന് അവന്റെ സ്പീഡിനകത്ത് നീങ്ങിയില്ലെങ്കിലും അണച്ചായാലും കിതച്ചായാലും വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിന് കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഏലംകുളം അച്ഛൻ്റെ സാക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഇൻറ്റൻഷൻസാണ്. ഇൻറ്റൻഷൻസ് അച്ഛൻ പറഞ്ഞത് അതാണ് ഈ അച്ഛന്മാരുടെ ഒരു ഗുണം. അറിയാവുന്ന സംബന്ധിച്ചിടത്തോളം അവരെ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷാർപ്പ് പ്ലേസിങ് ആയിരിക്കും. അച്ഛൻ്റെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാവോ? അച്ഛൻ്റെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ നമ്മൾ നിയോഗങ്ങൾ എഴുതത്തില്ലേ, അച്ഛൻ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ അച്ഛനിലൂടെ സംഭവിച്ചത്? എന്താണ് ഒന്നാമത്തെ ഇൻറ്റൻഷൻ? എന്താണെന്നറിയാവോ? എന്നെ പരിശുദ്ധാത്മാവനാൽ നിറക്കണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കുറിഞ്ഞ് എന്താണെന്ന് മനസ്സിലായി. അപ്പം അച്ഛനെ ഒന്നാമത്തെ നിയോഗമായിട്ട് എഴുതിയിട്ടിരിക്കണത് എന്താണ്? എന്നെ പരിശുദ്ധാത്മാവ് നിറക്കണമേ. അതെന്താണ്? ദൈവനിയോഗമാണ്, ദൈവത്തിൻ്റെ നിയോഗമാണ്. ഉടമ്പടിയിൽ ഇന്ന് ഞാൻ രാവിലെ ഒരു അച്ഛനോട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലേ, ഏലാംകുളം അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ഞാൻ രാവിലെ അച്ഛനോട് സംസാരിച്ചത്. അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഉടമ്പടിയിലെ നിയോഗങ്ങൾ തന്നെ രണ്ട് വിധമുണ്ട്. മനുഷ്യ നിയോഗങ്ങളുണ്ട്, ദൈവനിയോഗങ്ങളുണ്ട്. നമ്മളെല്ലാം മനുഷ്യ നിയോഗങ്ങൾ എഴുതിയിരുന്നതുകൊണ്ടാണ് ഈ ഉടമ്പടി പലപ്പോഴും താമസിക്കുന്നത്. അപ്പം ദൈവത്തിന് കൂടി ആ ടേക്കപ്പ് ചെയ്യാനുള്ള കണ്ടൻറ്റ് വൈസ് അതിൻ്റെ അകത്ത് കറക്റ്റാണെങ്കിൽ ഇത് പെട്ടെന്ന് ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി ഇടുമ്പോൾ അപ്പം തന്നെ ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾ തന്നെ ചോദിക്കണം നിങ്ങളോട്. മനസ്സിലായില്ലേ? നിങ്ങൾ ILTC പഠനം പുരാടം വിൽക്കണം, കെട്ടി കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ ദൈവത്തിന് ചോദ്യം ചോദിക്കാനുള്ള പൊസിഷൻ ഉണ്ടല്ലോ, ഇതുകൊണ്ട് എന്താണ് സ്വർഗത്തിന് പ്രയോജനമെന്ന്. അപ്പോൾ സീറോ ബെനിഫിറ്റ്സ് ആണെങ്കിൽ പിന്നെ വൈ ഷുഡ് ഗോഡ് ടേക്ക് അപ്പ് യുവർ മാറ്റർ? അതാ പ്രശ്നം. അതിനെ ചെക്ക് വെച്ചുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് അച്ഛൻ നിയോഗം എന്താണെന്നറിയാമോ? വിശ്വാസത്തോടെയും. അപ്പം അച്ഛനല്ലേ എന്നിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? നല്ല വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്.
അതാണ് അതായത് വിശ്വസ്തത എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. വിവാഹ ജീവിതം നയിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും അലക്സച്ചനും കൂടി ഒരു വീട്ടിൽ പോയി. ഇപ്പം ഞങ്ങളെ കുറേ സഹായിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിരത്താനൊക്കെ അങ്ങനെയൊക്കെ കുറേ JCB ഉണ്ട്. 2005 ബന്ധമാണ്. ഇപ്പം മകളെ കല്യാണത്തിൻ്റെ സമയപ്പോൾ കല്യാണത്തിന് വിളിച്ചപ്പോൾ കല്യാണത്തിന് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് സമയം കിട്ടിയപ്പോൾ ആ വീടൊന്ന് പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ഞാൻ ആ മകളോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിനോട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, അതായത് ഇതെന്ന് പറയണത് നമുക്ക് ഇപ്പോഴേ എല്ലാ ആൾക്കാർക്കും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മണവും ഗുണവും മാറണമെങ്കിൽ പണ്ട് കല്യാണത്തിന് മണവും ഗുണവും പറയണമെങ്കിൽ 5 കൊല്ലം എടുക്കും. ഇന്ന് 5 ദിവസം മതി ഇത് മാറാൻ. അത്രയേ ഉള്ളൂ. ടൈം എന്ത് കുറഞ്ഞു. മണവും ഗുണവും എന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ ഭാഷയാണത് കേട്ടോ. അത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ആകർഷകമായ അട്രാക്റ്റീവ്നെസ്, അതാണ് മണവും ഗുണവും എന്ന് പറയുന്നത്. പണ്ടത്തെ അമ്മാമ്മമാരുടെ ഭാഷ. കല്യാണത്തിന് മണവും ഗുണമൊക്കെ മാറണമെങ്കിൽ പണ്ട് 5 കൊല്ലമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം 5 ദിവസം എടുത്താൽ മതി. അതിൻ്റെ കാരണം എന്താ? അതുകൊണ്ട് തന്നെ ഇതൊരു ഡേഞ്ചറസ് പോയിൻ്റാണ്. പിരിയുന്നവർക്ക് പിരിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പിരിയാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ ജീവിത പങ്കാളിയെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അവൻ്റെ നാമത്തിലാകുമ്പോൾ വിശ്വസ്തത ഇതിൻ്റെ മെയിൻ സംഭവമാണ്. ഉടമ്പടി വർക്ക് ചെയ്യണത് വിശ്വാസമല്ലേ? നിങ്ങളെ ആൾക്ക് തെറ്റിദ്ധരിച്ചിട്ടാണ്. വിശ്വാസമില്ലാതെ നമ്മൾ ഇവിടം വരെ വരുമോ? ഇത് തിരിച്ചു പോകണത് എന്താണ്? വിശ്വസ്തതയിൽ വളരാനാണ് തിരിച്ചു പോണത്, വിശ്വാസം വളരാനല്ല. നിങ്ങൾ വരണത് വിശ്വാസത്തിൽ ആണ് വരണത്, പോണത് വിശ്വസ്തതയിൽ വളരാനാണ് പോണത്. എന്താണ്? നിങ്ങളെ ഒരാളെ കൂടി ചേർത്തിട്ടുണ്ട്. ആരാണ്? ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. കർത്താവുമായിട്ട് നിങ്ങൾ ഉഭയകക്ഷി സമ്മതമാണ്. ഇനി നിങ്ങൾ തമ്മിലുള്ള വിശ്വസ്തതയുടെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയുന്നത് ഭയങ്കര, അത് എല്ലാ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള എല്ലാ കല്യാണത്തിലുള്ള വിശ്വസ്തത എന്താണ്? ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറയണത്. ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ്. ഇപ്പം PR ഉണ്ടാകുന്ന അവിടെ ചെന്നപ്പോൾ അമേരിക്കയിൽ ചെന്ന് പറഞ്ഞ് ഇയാൾക്ക് PR ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉടനെ അടുത്ത ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് പോകുന്നു. അപ്പപ്പ അവൾക്ക് PR ഇല്ല. PR എന്ന് പറഞ്ഞാൽ ഉടനെ പിരിയണേ. ഇതൊക്കെ അപ്പം നീ എന്തിനാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് നിന്നത്? ഇയാൾക്ക് PR ഉണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കണം എന്നാണ് പറയണത്. അപ്പം ഇങ്ങനെയുള്ള കാപഠ്യ മുഖങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം, ഒന്നുറങ്ങിയ നേരം വെളുക്കത്തില്ല. നിങ്ങൾ ദൈവത്തിനെ വഞ്ചിച്ച് സാമ്പത്തികമായ വയറ്റിപ്പിഴപ്പിൻ്റെ പേരിലാണ് വിവാഹിതരായെങ്കിൽ, ഒരു വ്യക്തി ദൈവത്തിനെ അറിഞ്ഞ് വ്യക്തി ജീവിക്കുമ്പോഴേ കുറച്ച് പേയ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ഓർക്കരുത്, ഇത് ഈ കുരിശുരൂപം എന്തിനാണ്? ഞാൻ എല്ലാവരും കുരിശുരൂപം വേണ്ട, കുരിശ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരിശുരൂപം വേണ്ടെന്നൊക്കെ പറയുമ്പോഴും ഞാൻ എന്താണ് വലിയ കർത്താവിന് ഇങ്ങനെ കുരിശ് തറച്ച് അൾത്താറയിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ്? പേയ്മെൻ്റാണിത്. ക്രിസ്തുവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര ആലപ്പുഴ വരെയല്ല, അതെവിടെയാണ്? നിത്യത വരെയാണ്. നിത്യത വരെയുള്ള യാത്രയ്ക്ക് പേയ്മെൻ്റ് ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞത്. ചില പ്രയാസങ്ങളും ചില പീഡാസഹനങ്ങളും ഈ ജീവിതത്തിൽ വരുമ്പോഴേ ക്രിസ്തുവിൻ്റെ നാമത്തിലെടുക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന വിശ്വസ്തതയല്ല. നിങ്ങൾ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന വിശ്വസ്തതയല്ല. മറിച്ച് എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിലെടുത്തിട്ടുള്ളത് കൊണ്ടാണ് വിശ്വസ്തത എന്ന് പറയണത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിത്യത വരെയാണ് സംരക്ഷിക്കുന്നത്. നിത്യത വരെയാണ് സംരക്ഷിക്കുന്നത്. നിങ്ങളൊരു കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ണീരോടെ അതിൻ്റെ ജ്ഞാനസ്ഥാന സമയത്ത് മുട്ടുകുത്തി കർത്താവിനോട് പറയണം, ഈ കുഞ്ഞിനെ വളർത്തി പുണ്യവതിയാക്കി പുണ്യവാനാക്കി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അൾത്താരെ വരുമ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുണ്ടാകണമെന്ന്. മനസ്സിലായില്ലേ? കർത്താവ് ഇവിടെ വരുമ്പോൾ അപ്പനെ കാണാനില്ല, അപ്പൻ ഡൈവേഴ്സിലാണ്. അമ്മയെ കാണാനില്ല, അമ്മ ഡൈവേഴ്സിലാണ്. വേറെ ഒരുത്തരും ഇവിടെ പൊറുക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അൾത്താരെ വരാൻ കാര്യം?
നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ കെട്ടിയവൻ്റെ കൂടെ പൊറുക്കാതെ അവനിലുണ്ടായ കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഉടുത്ത് കെട്ടി മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ട് നിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ വിശ്വസ്തയോടെ നീ ഏറ്റെടുത്ത ജീവിത പങ്കാളി നിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്ത് റൈറ്റാണ് കർത്താവിന് മുമ്പിൽ വന്നിട്ട്? നീയാ ജീവിച്ച് വഴിപിഴച്ച് 2-4 കഴിയതിന് ശേഷം നിൻ്റെ മകളെ കർത്താവിന് വീണ്ടും പിഴപ്പിക്കാൻ വേണ്ടിയാണ് നീ പിശാച വരണത്. ഇത് ഒരു നടക്ക് പോകത്തില്ല. നിങ്ങളോട് പലരും പല രീതിയിൽ പറയും, അതൊക്കെ കുഴപ്പമൊന്നുമില്ല, ഈ കാലത്തിൻ്റെ ഒപ്പം അനുസരിച്ച് പോകും, മനുഷ്യന് ജീവിതമാണ് വലുത്, ഒരു ജീവിതമേ ഉള്ളെന്നൊക്കെ പറയും. ഓർക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള പഴം വർത്തമാനങ്ങൾ, ഒരു ജീവിതമേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പേരുടെ നിത്യജീവിതം പിശാച് അവതാളത്തിലാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു ജീവിതമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിശാച് ഈ എത്രയോ മനുഷ്യരുടെ നിത്യജീവിതം അവതാളത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു മിനിമം ഹോളി സ്പിരിറ്റ് വേണം. അതുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്, എനിക്ക് പരിശുദ്ധാത്മ നൽകണമേ, നിറക്കണമേ, നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാര്യം ഒരു ജീവിതമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ആരാണ്? കർത്താവ് പണ്ട് ഒരു അന്ധനെ സുഖപ്പെടുത്തിയില്ലേ? അത് വായിച്ചോളൂ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 8:22. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. മർക്കോസ് 8:22, 23, 24, 25, 26 വായിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറെ പേർ ഒരു അന്ധനെ കണ്ണുകാണാൻ മനുഷ്യനെ അന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. കണ്ട എന്താ വിഷയം? ഇവിടെ അവസാനം പറഞ്ഞിരിക്കണത് എന്താ? ഗ്രാമത്തിൽ ഇലവലാദികളുണ്ടല്ലേ അവിടെ, ദൈവത്തിൻ്റെ കൃപയിൽ വന്ന് നീ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ അനുഗ്രഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വീട്ടിലും ഉണ്ടാകും, അതുപോലെ തന്നെ നാട്ടിലും ഉണ്ടാകും. ചിലർ പറയും ഇത് പ്രാർത്ഥിച്ചില്ലേലും നടക്കുമായിരുന്നു. അതാണ് ഗ്രാമം എന്ന് പറയണത്. മനസ്സിലായോ? പല്ലിലക്കാത്തവന്മാരും ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പല്ലിളിക്കുകയും വെള്ളറി പിടിക്കുകയും ചെയ്യുന്ന ആർക്കാണ്? പിശാചിനാ. ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവിക പ്രവൃത്തികളല്ല എന്ന് പറയും. ദൈവത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ജീവിതങ്ങൾ തെറ്റായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവർ വിചാരണ ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതണത്? ഒന്ന്, അവൻ തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോഴാണല്ലോ പോരായ്മ. രണ്ടാമത്തെ കാര്യം അതല്ല, ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് പേടിയാണ്. എന്താ കാര്യം? അവൻ ചെയ്തതെല്ലാം വെളിപ്പെടും. കുറച്ച് പേരുടെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞേ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ വെളിപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഓർക്കുമ്പോൾ ദൈവത്തെ എങ്ങനെയെങ്കിലും ഇല്ല എന്ന് അവനെക്കൊണ്ട് തന്നെ അവനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ പാപത്തിൽ അവനെ അഭിരമിക്കാൻ വേണ്ടിയുള്ള പൈശാചികമായ ത്വര നിൽക്കുന്ന കാരണം നിങ്ങളുടെ ദൈവ അനുഭവത്തെ അവൻ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗ്രാമത്തിലും കൂട്ടായ്മയിലും നീ പ്രവേശിക്കരുതെന്ന് പറയും. അതുകൊണ്ട് തന്നെ നിൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഒരു വേർപാട് ജീവിതമാണ്. വേർപാട് ജീവിതം എന്ന് പറഞ്ഞ് ഒറ്റക്കിരിക്കുന്ന ജീവിതമല്ല, ലോകത്തോടുള്ള വേർപാടാണ്. ലോകത്തോടുള്ള വേർപാട്. ഇപ്പം ലോകത്തിൽ ദൈവത്തിനേക്കാൾ അംഗീകാരമുള്ള, ദൈവത്തെക്കാൾ കൂടുതൽ, ദൈവത്തിൻ്റെ കൂടെ നിന്നതിനേക്കാൾ കൂടുതൽ സന്തോഷങ്ങൾ, അംഗീകാരങ്ങൾ,
അവന് പത്രാസുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ലോകത്തിൽ അതിൽ അഭിരമിക്കുന്ന അനേക മക്കളുണ്ട്. അധികാരത്തിൽ അഭിരമിക്കുന്നവരുണ്ട്. അവർ ആ കാര്യത്തിലെല്ലാം അവർ ആ വിഷയത്തിൽ സെക്യൂറാണ്. അപ്പോൾ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ ഒരു ഫ്രസ്ട്രേഷൻ വരും. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഇവർ തള്ളി മാറ്റുകയും ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തലതിരിക്കുകയും റേഡിയോ മൊബൈൽ ഓഫ് ചെയ്യുകയും അങ്ങനെ നിങ്ങളെ നിഷേധിക്കുക. അങ്ങനെ പല ഗ്രാമങ്ങളിൽ അങ്ങനെ പല അതാണ് 26 8:26 മർക്കോസ് 8:26 ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വേർപാട് ജീവിതമുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ ആൾക്കാർ വീണ് പോണത്. ഈ വേർപാട് ജീവിതം ആൾക്കാർക്ക് പല ആൾക്കാർക്കും അറിയത്തില്ല അതിനെക്കുറിച്ച്. അതറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിൻ്റെ മുഴുവൻ വചനങ്ങളിലെല്ലാം ഈ വേർപാട് ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവത്തെ നിരക്കാത്ത ജീവിത രീതികളും മനോഭാവങ്ങളും നിലപാടുകളും നയങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു കീപ് എ റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ്. അത് ആദിമസഭയുടെ നിലപാടാണത്. മർക്കോസ് യാക്കോബിൻ്റെ 4:4 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന.